പറഞ്ഞില്ലേ ഞാനൊരു സ്ഥലം വരെ പോവാണെന്ന്. അത് പാലക്കാടായിരുന്നു കേട്ടോ. ഇവിടെ വന്നത് വേറൊന്നുമല്ല. ഇവിടെ കേട്ടോ മാമൻ മ്യൂസിക് ക്ലാസ് എടുക്കുന്നത്. ഇവിടെ മ്യൂസിക് സെന്റർ ഉണ്ട്. അപ്പൊ മാസത്തിൽ ഇവിടെ വന്ന് കുറച്ച് പിള്ളേർക്ക് ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കാറുണ്ട്. ഇവിടെ നല്ലൊരു പീസ്ഫുൾ ഏരിയ ആട്ടോ. ഇവിടെ മ്യൂസിക് ക്ലാസിന്റെ ഇപ്പുറത്ത് തന്നെ കളരി പഠിപ്പിക്കുന്ന ഒരു സെന്ററും കൂടെ ഉണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കാനും പീസ്ഫുൾ ലൈഫ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്ഥലം അടിപൊളിയാട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും ഇഷ്ടമല്ല. ഞാൻ മാമന്റെ അപ്പയുടെയും കൂടെ പാലക്കാട് വന്നതിന് ഒരു മെയിൻ ലക്ഷ്യമുണ്ട്. പാലക്കാടുകാരുടെ ഫേമസ് റാവുത്തർ ബിരിയാണി കഴിക്കാനാട്ടോ ഞാൻ പാലക്കാട് വന്നത്. ഇവിടെ മാമൻ ക്ലാസ് ഒക്കെ എടുത്തോണ്ടിരിക്കുക. ഞങ്ങള് വെളിയിൽ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കാട്ടോ. ക്ലാസ് എല്ലാം കഴിഞ്ഞ് റാവുത്തർ ബിരിയാണി കഴിക്കാൻ പോവാലോ എന്ന് മാത്രാട്ടോ മനസ്സിൽ. ഇവിടെ അടുത്ത് മാമന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ടായിരുന്നേ. അപ്പൊ അവിടോട്ടൊന്ന് വന്നായിരുന്നു. അവിടെ ഒരു കുഞ്ഞു വാവയുണ്ട്. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമായി. ഈ കുഞ്ഞ് ആരുടെ കൈ വേണമെങ്കിലും പൊക്കോളും. ഭയങ്കര ക്യൂട്ടാ. കടിച്ചൊക്കെ തിന്നാൻ തോന്നും. എനിക്ക് ഈ വാവേനെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകാൻ തോന്നി. ഇവരുടെ വീട്ടിലൊരു കണ്ണാടി ഉണ്ട്. ഇതിന് പറയുന്ന ആറന്മുള കണ്ണാടി എന്നാട്ടോ. ഇതേ നോക്കുമ്പോ നമ്മുടെ സാധാ മിററിൽ നോക്കുന്ന പോലെ നമ്മുടെ യഥാർത്ഥ ഫേസ് കാണാൻ പറ്റുന്ന